قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين تريدون أن تجعلوا لله عليكم سلطانا مبينا إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്ന പോലെ ലോകത്തെ അങ്ങേയറ്റം നെറികെട്ട ഭീകര രാഷ്ട്രങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. ഈ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ഉല്ലംഘിച്ചുകൊണ്ട് ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നേരെ ബോംബ് വർഷം തുടങ്ങിയിട്ട് ഇന്നേക്ക് 711 ദിവസമായി. ഇതിനകം 70,000 പച്ച മനുഷ്യരെ ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുണ്ട്. 1,70,000 ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകളോടെ ജീവച്ഛവങ്ങളായിട്ട് അവർ ഗസയിൽ കഴിയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളമില്ല, ഭക്ഷണമില്ല, കിടക്കാൻ കിടപ്പാടമില്ല, മരുന്നില്ല, ചികിത്സിക്കാൻ ആശുപത്രികളില്ല. എല്ലാറ്റിലും പുറമെ ആകാശത്ത് നിന്ന് നിരന്തരമായി ബോംബ് വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഗസയെക്കുറിച്ച് ഓർക്കാൻ പോലും മനുഷ്യസ്നേഹികൾക്ക് കഴിയില്ല എന്നതാണ്. ഗസയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കുള്ള ഒരു നിസ്സഹായത, അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കാണുമ്പോൾ, ആ കുട്ടികൾ പിടഞ്ഞു വീണ് കിടക്കുന്ന, രക്തമൊലിച്ച് കിടക്കുന്നത് കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും, അവൻ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, മനുഷ്യത്വമുള്ള ആരുടെയും മനസ്സ് തകർന്നു പോകും എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് പലപ്പോഴും ഗസയെക്കുറിച്ച് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത വിധം ഭീകരമാണ്, ഭീതിതമാണ് ഗസയിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ മരിച്ച കണക്കുകളും അപകടം പറ്റിയ കണക്കുകളുമെല്ലാം വെറും ഔദ്യോഗികമായ കണക്കുകൾ മാത്രമാണ്. 438 മനുഷ്യർ പട്ടിണി കൊണ്ട് മാത്രം ഗസയിൽ മരിച്ചിട്ടുണ്ട്. ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 148 കുട്ടികളാണുള്ളത്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഔദ്യോഗികമായ ഒരു ഒഫീഷ്യൽ ഡേറ്റകൾ മാത്രമാണ്. ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് എത്രയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ സുപ്രധാനമായ 3 കാര്യങ്ങൾ ഗസയുമായി ബന്ധപ്പെട്ട് നടന്നു. അതിലൊന്നാണ് സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം ഖത്തറിലെ ദോഹയിൽ ഭീകരാക്രമണം നടത്തി. അവർ അതിന് പേരിട്ടത് ഓപ്പറേഷൻ സബ്മിറ്റ് ഓഫ് ഫയർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പേരിലാണ് ഓപ്പറേഷൻ നടത്തിയത്. ഹമാസിൻ്റെ 5 പ്രതിനിധികളും ഖത്തറിൻ്റെ തന്നെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനുമടക്കം 6 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൻ്റെ അമരക്കാരൻ, ടെററിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അമരക്കാരൻ
നെഞ്ചു വിരിച്ച് അഭിമാനത്തോടു കൂടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് 10 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുമായി ഒപ്പം റീഫ്യൂവലിംഗ് സംവിധാനങ്ങളുമായി മറ്റ് ആയുധങ്ങളുമായി ഇറാഖിലൂടെയും സിറിയയിലൂടെയും കടന്ന് 2000 കിലോമീറ്റർ താണ്ടി വേണം ഇസ്രായേലിന് ദോഹയിൽ ഒരു ആക്രമണം നടത്താൻ. അങ്ങനെ ഈ 2000 കിലോമീറ്റർ താണ്ടി ഖത്തർ എന്ന് പറയുന്ന തികച്ചും പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ കടന്നു കയറി അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അവിടെ ബോംബ് വർഷം നടത്തി 6 പേരെ കൊന്നിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടോ കേട്ടോ, അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുന്ന സമൂഹത്തിൽ ആരെങ്കിലും ഇസ്രായേൽ ഖത്തറിൽ ഭീകരാക്രമണം നടത്തി എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും തലക്കെട്ട് നിരത്തിയതോ വാർത്ത കൊടുത്തോ നമ്മൾ കണ്ടോ? എന്താണ് ഈ ഭീകരാക്രമണം എന്ന് പറയുന്നത്? സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിൽ കയറി ഏതോ ഒരു രാഷ്ട്രം വന്നിട്ട് 2000 കിലോമീറ്റർ താണ്ടി ബോംബ് കൊണ്ടുവന്നിട്ട് ആ രാഷ്ട്രത്തിൽ ചർച്ചക്ക് വിളിച്ചുകൂട്ടിയ ആളുകളുടെ തലയിലേക്ക് ബോംബ് വർഷം നടത്തുകയാണ്. ഒരു മനുഷ്യനും പറഞ്ഞില്ല ഇത് ഭീകരാക്രമണമാണ് എന്ന്. ഒരു മനുഷ്യനും പറഞ്ഞില്ല, ഒരു രാഷ്ട്രവും പറഞ്ഞില്ല ഭീകരാക്രമണം ഇസ്രായേൽ നടത്തിയെന്ന്. ഇന്ന് ആലോചിച്ച് നോക്കണം ലോകം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അതാണ് ഒരു സംഭവം. രണ്ടാമത്തെ സംഭവം, സെപ്റ്റംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച UN ജനറൽ അസംബ്ലിയിൽ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. അഥവാ ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട്, ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന 2 രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കേണ്ടതുണ്ട് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഫ്രാൻസ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. 193 അംഗ ജനറൽ അസംബ്ലിയിൽ 142 രാഷ്ട്രങ്ങൾ, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള 142 രാഷ്ട്രങ്ങൾ ആ പ്രമേയത്തെ പിന്തുണച്ച് ആ പ്രമേയം പാസാക്കി. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ലയണൽ മെസ്സിയുടെ അർജന്റീനയും അടക്കം 10 രാഷ്ട്രങ്ങൾ അതിനെതിരെ വോട്ട് ചെയ്തു. 12 രാഷ്ട്രങ്ങൾ, ചെറിയ 12 രാഷ്ട്രങ്ങൾ ആ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നു. 42 രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച് പിന്തുണച്ച് ആ പ്രമേയം പാസാക്കി. ഇത് നടപ്പാകും, എത്രത്തോളം നടപ്പാകുമെന്ന് കണ്ടറിയണം. നടപ്പാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഇപ്പം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, സുരക്ഷാ സമിതിയിൽ അമേരിക്ക 14 രാഷ്ട്രങ്ങളും അതിനെ പിന്തുണച്ചു. 15ാമത്തെ ഈ നെറികെട്ട രാഷ്ട്രം അതിനെ വീണ്ടും വീറ്റോ ചെയ്തു. 6ാമത്തെ തവണയാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് വരുന്ന, ഫലസ്തീന് വേണ്ടി വരുന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത്. ഇന്നതോടുകൂടി 6ാമത്തെ വീറ്റോ പ്രയോഗമാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത്. അപ്പം അതൊന്നും നടപടിയാവാൻ പോകുന്ന കാര്യമാണ് എങ്കിലും ആ ഉദ്യമം ശ്ലാഘനീയമാണ്, ശുഭകരമാണ്, സന്തോഷകരമാണ്. ഇതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം, ഖത്തറിൽ ദോഹയിൽ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് 57 രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന OIC-യും 22 രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന അറബ് ലീഗും സംയുക്തമായിട്ട് ഏതാണ്ട് 60ഓളം വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ സംയുക്തമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 14, 15 തീയതികളിൽ, അഥവാ ഞായർ, തിങ്കൾ തീയതികളിൽ ദോഹയിൽ വെച്ച് ഉച്ചകോടി കൂടി. ഏതാണ്ട് 60ഓളം രാഷ്ട്രങ്ങളുണ്ട്. ഖത്തർ അമീറിന്റെ ക്ഷണപ്രകാരം ദോഹയിൽ നടന്ന ഉച്ചകോടിയാണ്. 60 മുസ്ലിം രാഷ്ട്രങ്ങളുടെ സാന്നിധ്യം, അവരുടെ പ്രതിനിധികൾ ആ ഉച്ചകോടി തീരുമാനങ്ങൾ എടുത്തു. എന്തൊക്കെയാണ് ഉച്ചകോടി തീരുമാനങ്ങൾ സുപ്രധാനമായിട്ടുള്ളത്? ഉപരോധം, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സൈനിക സാമഗ്രികളുടെ വിതരണം, കൈമാറ്റം ഉൾപ്പെടെ ഇസ്രായേലുമായി സാമ്പത്തികവും നയതന്ത്രപരവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കാൻ ആഹ്വാനം ചെയ്യുന്നതടക്കമുള്ള 25 തീരുമാനങ്ങൾ എടുത്തു. വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നടപ്പാവുകയാണെങ്കിൽ 25 തീരുമാനങ്ങൾ എടുത്തു. 25 തീരുമാനങ്ങൾ ആഹ്വാനവും നടത്തി, അതിൻ്റെ കമ്മ്യൂണിക്കെ പരസ്യ പ്രസ്താവന നടത്തി ഉച്ചകോടി അവസാനിപ്പിച്ചു. അപ്പോൾ 3 കാര്യങ്ങൾ നടന്നല്ലോ. 142 രാഷ്ട്രങ്ങൾ കൂടി പ്രമേയം പാസാക്കി. 60 മുസ്ലിം രാഷ്ട്രങ്ങൾ കൂടി ശക്തമായി അപലപിച്ചു. അതേപോലെ തന്നെ 25 തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിക്കെ പുറത്തിറക്കി. ഇതെല്ലാം ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇതെല്ലാം ചെയ്തിട്ട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ ഗസ ആക്രമണം ശക്തി കൂട്ടി. ഹമാസിൻ്റെ നേതാക്കളെ ഖത്തർ പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ആക്രമിക്കും
ഞങ്ങളുടെ അടുത്ത പരിപാടി വെസ്റ്റ് ബാങ്കിൽ കൂടി അധിനിവേശം നടത്താനുള്ള തീരുമാനത്തിലാണ്. ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇതാണ് ഉണ്ടായത്. ഇനി അതുമാത്രമല്ല, നമ്മൾ മറുവശത്ത് നമ്മളൊന്ന് കാണേണ്ട കാര്യമുണ്ട്. അഥവാ ഒരു വശത്ത് ലോകത്തെ 142 രാഷ്ട്രങ്ങൾ കൂടിയിട്ട് ദ്വിരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം പാസാക്കുന്നു. 142 രാഷ്ട്രങ്ങൾ കൂടി. ഒപ്പം തന്നെ 60 രാഷ്ട്രങ്ങൾ കൂടി ഉച്ചകോടി കൂടി സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നു. വളരെ സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇത് രണ്ടും. അപ്പൊ 142 രാഷ്ട്രങ്ങൾ അങ്ങനെ കൂടി, 60 രാഷ്ട്രങ്ങൾ ഇങ്ങനെ കൂടി. ഇതൊരു വശത്ത് നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മറുവശത്ത് ഈ ഉച്ചകോടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, അഥവാ ഈ ഉച്ചകോടി നടന്ന ദിവസം 15-ാം തീയതി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടന്നത്. ഈ തിങ്കൾ ദിവസത്തിൽ മറ്റു 142 രാഷ്ട്രം 60 രാഷ്ട്രമല്ലേ, വെറും 2 രാഷ്ട്രത്തിന്റെ പ്രതിനിധികൾ, ഒന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയ, മറ്റൊന്ന് നെതന്യാഹു. സ്റ്റേറ്റ് സെക്രട്ടറി അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിൽ വന്ന് ഈ 2 ഭീകരന്മാർ കൂടി സംയുക്ത പ്രസ്താവന നടത്തുകയാണ്. ഒന്ന് ആലോചിക്കണം, ഇവിടെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ നടത്തിയ പ്രസ്താവന ഒന്ന് ആലോചിക്കും. 142 രാഷ്ട്രം ഒന്നിച്ചുകൂടി 12-ാം തീയതി പ്രമേയം പാസാക്കി. 60 രാഷ്ട്രങ്ങൾ, 60 മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി ഉച്ചകോടി കൂടി പലതും തീരുമാനിച്ചു. അറ്റ് ദ സെയിം ടൈം ഇസ്രായേലിൽ ഈ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നെതന്യാഹുവും കൂടി സംയുക്തമായി നടത്തുന്ന പ്രസ്താവന നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ല. ഇവിടെ 142 60 കൂടി തീരുമാനിക്കുകയാണ്. അവിടെ വെറും 2 പേര് കൂടിയിട്ട് പറയുകയാണ് ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ല. ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ബാധിക്കും. ഇസ്രായേലിന് US-ന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. US-ഉം ഇസ്രായേലും ഒരുമിച്ച് പ്രവർത്തിക്കും. അതാര് പറഞ്ഞതാ? മാർക്കോ റൂബിയോ പറഞ്ഞതാണ്. ഒന്നിച്ച് നിന്നിട്ടാ പറയുന്നത്. അതിൽ മാർക്കോ റൂബിയോ പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നെതന്യാഹു എന്താ അപ്പം തന്നെ പറയും നോക്കൂ. അമേരിക്ക ഇസ്രായേലിന്റെ ഒപ്പമുണ്ടെന്ന സന്ദേശമാണ് റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈറ്റ് ഹൗസിൽ ഇതുവരെ ഉണ്ടായ നേതാക്കളിൽ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ്. ഇവിടെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് 100 ചില രാഷ്ട്രങ്ങൾ കൂടി തീരുമാനിച്ചു. അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ വെറും 2 വ്യക്തികൾ, ഒരു രാഷ്ട്രനായകനും മറ്റൊരു രാഷ്ട്രത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടി അങ്ങേറ്റത്തെ അഹങ്കാരത്തോടും ഗർവോടും കൂടി പറയാൻ ഇതൊന്നും ഇവിടെ നടപ്പാവാൻ പോകുന്നില്ല. നിങ്ങൾ ആർക്കെതിരെയാണോ പ്രമേയം പാസാക്കുന്നത് അതിന് ഞങ്ങൾ സഹായിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഒന്നിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെ നിന്നാണ് ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നത്? ഈ രാഷ്ട്രങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രമേയവും ഞങ്ങൾക്ക് പുല്ല് വില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് പറയാനുള്ള കരുത്ത് ഈ രാഷ്ട്രങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് മറ്റെവിടെ നിന്നും കിട്ടുന്നതല്ല. അവരുടെ അവർക്കുള്ള ലോകത്തുള്ള അവരുടെ സൈനിക മേധാവിത്വമാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റിയാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. ഈ അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ആക്രമിച്ചാലും ശരി, ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ ഉള്ള സാധനങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് അതിനെല്ലാം മറികടക്കാൻ ഞങ്ങളുടെ ആയുധങ്ങൾക്ക് സാധിക്കും എന്ന തോന്നലിൽ നിന്നാണ് ഇത്രയും ഗർവോടുകൂടി അവരത് പറയുന്നത്. ഒരു വശത്ത് അത്, മറുവശത്ത് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അമേരിക്കക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്നല്ല, പല അർത്ഥങ്ങളിൽ ഇവർ അമേരിക്കക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. അതിൽ ഏറ്റവും വലിയ വിധേയത്വം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളറിയണം, GCC രാഷ്ട്രങ്ങൾ അടക്കം 6 രാഷ്ട്രങ്ങളാണ് GCC രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത്. അടക്കം ഇറാഖിലും അതുപോലെ തന്നെ ജോർദാനിലും അടക്കം ഈ അമേരിക്കയുടെ മിലിറ്ററി ബേസുകളുണ്ട് എന്ന കാര്യം നമ്മൾ അറിയണം. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചു പോയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബഹ്റൈനിലെ മനാമയിൽ ഇവരുടെ മിലിറ്ററി ബേസ് ഉണ്ട്. അമേരിക്കയുടെ മിലിറ്ററി ബേസ് ബഹ്റൈനിൽ മനാമയിലുണ്ട്. കുവൈറ്റ് ഒരു രാഷ്ട്രമാണ്, GCCയിലുള്ള ഒരു രാഷ്ട്രമാണ്.
കുവൈറ്റ് സിറ്റിയിൽ ഒരെണ്ണമുണ്ട്. അതുകൂടാതെ ഇറാഖ് കുവൈറ്റ് ബോർഡറിൽ നിന്ന് 40 കിലോമീറ്റർ മാറി വേറൊരെണ്ണമുണ്ട്. ഇറാഖ് കുവൈറ്റ് ബോർഡറിൽ ഒരെണ്ണമുണ്ട്. 3 മിലിറ്ററി ബേസുകളാണ് കുവൈറ്റിൽ അമേരിക്കയുടെ ഉള്ളത്. ഇനി നമ്മുടെ കഅബ ശരീഫ് ഇരിക്കുന്ന രാജ്യത്ത് റിയാദിൽ നിന്ന് 60 കിലോമീറ്റർ മാറി അമേരിക്കയുടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്ന് നമ്മൾ പറയുന്ന UAE-യിൽ 2 എണ്ണമുണ്ട്. ദുബൈയിലുമുണ്ട്, അബുദാബിയിലുമുണ്ട്. ഇറാഖിൽ 2 എണ്ണമുണ്ട്. ജോർദാനിലുണ്ട്, ഒമാനിലുണ്ട്, എല്ലാ ഇടങ്ങളിലുമുണ്ട്. ഈ പറഞ്ഞ ഖത്തറിലുമുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എന്ന് പറയുന്ന മിലിറ്ററി ബേസ് ആണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ്, എയർബേസ് എന്ന് പറയുന്നത്. 24 ഹെക്ടറിലാണ് അത് പരന്നു കിടക്കുന്നത്. 10,000 ട്രൂപ്സ് അവിടെ ഉണ്ട് അമേരിക്കയുടെ. 10,000 പട്ടാളക്കാർ അവിടെ ഉണ്ട് അമേരിക്കയുടെ. നമ്മളൊന്ന് ആലോചിക്കണം. ദോഹയിൽ കൊണ്ടുപോയി ഇസ്രായേൽ എന്ന ഭീകരൻ ബോംബിടുന്നു. ഈ ബോംബിട്ട സ്ഥലത്ത് നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രമാണ് ഈ അൽ ഉദൈദ് എയർബേസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. ആ ആക്രമണം നടക്കുന്ന സമയത്ത് ആ എയർബേസും ആ മിലിറ്ററി ബേസും എല്ലാം ശാന്തവും മൗനവുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൗനവുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് വളരെ ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിന്റെ സംരക്ഷണം, ഈ മിലിറ്ററി ബേസുകളൊക്കെ എന്തിനാ അവിടെ വന്നത്? ഈ മിലിറ്ററി ബേസുകൾ എന്തിനാ അവിടെ വന്നത്? ഇവർ കൊണ്ടുവന്നതാണ്. ഞങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം, സൈനികമായി ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. തങ്ങളുടെ സംരക്ഷണം മറ്റൊരു രാഷ്ട്രത്തെ ഏൽപ്പിക്കുക എന്നത് പറയുന്നതിനേക്കാൾ ആ രാഷ്ട്രത്തെ രക്ഷാധികാരിയാക്കലല്ലേ അത്? ഒരു രാഷ്ട്രം അതിൻ്റെ സംരക്ഷണം മറ്റൊരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തോട് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ടായിരിക്കും? ആ രാഷ്ട്രത്തോട് എത്രമാത്രം വിധേയത്വം ഉണ്ടാകും? ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ നെറികെട്ട രാഷ്ട്രത്തിനെ വലിയാക്കിയിരിക്കുകയാണ്. അവരുടെ വലിയാണ് അമേരിക്ക. ഈ രാഷ്ട്രങ്ങളുടെയൊക്കെ വലിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ അമേരിക്കയുമായി എന്നെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഈ അറബ് നേതാക്കന്മാർക്ക് ഉടക്കാൻ പറ്റുമോ? എടയാൻ പറ്റുമോ? അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി തിരിച്ചറിയേണ്ടത്, ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം തങ്ങളുടെ സൈനികമായ സംരക്ഷണം കൊണ്ടുപോയി അമേരിക്കയെ ഏൽപ്പിച്ചതാണ്. അമേരിക്കയെ ഏൽപ്പിച്ചതാണ് ഇവര്. അതേസമയം ഇസ്രായേലിന്റെ സംരക്ഷണം അമേരിക്ക സ്വയം ഏറ്റെടുത്തതാണ്. തങ്ങളുടെ ബാധ്യതയാണ് എന്ന വിചാരത്താൽ ഏറ്റെടുത്തതാണ്. ഇസ്രായേലിന്റെ ഏറ്റെടുത്തതാണ്. അത് ജനിച്ച നാൾ മുതൽ, അവിഹിതമായി അത് ഭൂമിയിൽ ഉണ്ടായ നാൾ മുതൽ അമേരിക്ക അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അവിടെ വന്നിട്ടുള്ള ഒരു പ്രമേയവും അമേരിക്ക വീറ്റോ ചെയ്യാതിരുന്നിട്ടില്ല. ഇസ്രായേലിനെതിരെ വന്ന ഒരു പ്രമേയവും അമേരിക്ക വീറ്റോ ചെയ്യാതെ എല്ലാറ്റിനെയും വീറ്റോ ചെയ്തു. അവസാനവും വീറ്റോ ചെയ്തു. അവസാനം 142 രാഷ്ട്രങ്ങൾ, 193 രാഷ്ട്രങ്ങളുള്ളതിൽ അമേരിക്ക പിന്തുണച്ചില്ല അതിനെ. അപ്പോ ഇതിങ്ങനെ ഉണ്ടായിരിക്കെയാണ് ഈ പറയുന്ന ബേസ് ഒക്കെ അനുവദിച്ചിട്ടുള്ള ഖത്തറിനെ ആക്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് ഖത്തറിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അൽ ഉദൈദ്. ഈ അൽ ഉദൈദ് എയർബേസ് അനുവദിച്ചു എന്നത് മാത്രമല്ല, അതിനപ്പുറം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ 100 കണക്കിന് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്, അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ്മാർക്ക് ലഭിച്ച ഗിഫ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് ഗിഫ്റ്റ് ലഭിക്കുമല്ലോ, ഈ ഗിഫ്റ്റ് ഇന്ന് വരെ ലഭിച്ച ഗിഫ്റ്റുകളിൽ ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് ഖത്തറാണ് ഡൊണാൾഡ് ട്രംപിന് നൽകിയത്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ജംബോ ജെറ്റ് ബോയിങ് 747-8 എന്ന് പറയുന്ന, എത്ര വിലയാണെന്ന് അറിയണ്ടേ അതിൻ്റെ, 3411 കോടി രൂപ വില മതിക്കുന്ന ജംബോ ജെറ്റ് ഹദിയ കൊടുത്തതാണ്. എന്നിട്ട് പോലും അമേരിക്കയുമായി ഇത്തരം ബന്ധമുള്ള ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഭയപ്പാടില്ലാതെ പോയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള കൊളാബറേറ്റിംഗ് സ്ട്രെങ്ത് ആണ് അത് സൂചിപ്പിക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ സ്ട്രെങ്ത് ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ
ഈ പറയുന്ന സംരക്ഷണം നമ്മളെ ഏൽപ്പിച്ച ഖത്തറിനെ ആക്രമിച്ചിട്ടും 6 പേരെ കൊന്നുകളഞ്ഞ് 2000 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് വന്നാണ് ഈ ഭീകരാക്രമണം നടത്തിയത്. എന്നിട്ട് പോലും ഡൊണാൾഡ് ട്രംപിന് ഒന്നും തോന്നാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കുമാറ് ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം തങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുകയാണ്. ഇവർക്ക് എഡംബലം തിരിയാൻ കഴിയില്ല എന്ന് ഇവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇനി 3411 കോടി രൂപയല്ല 30,411 കോടി രൂപയുടെ 100 വിമാനം തന്നാലും അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മളുടെ കക്ഷത്തിൽ അവരുടെ തല നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടും ഇതെല്ലാം സംഭവിച്ചിട്ടും അവിടെ പോയി നിന്ന് ഇയാൾ ഒരുമിച്ച് പറഞ്ഞത് ഞങ്ങൾ വീണ്ടും ഇസ്രായേലിനെ സഹായിക്കും, ഇസ്രായേലും ഞങ്ങളും ഒറ്റ കൈയാണ് എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നതിന് പുറകിൽ എന്താണെന്നെങ്കിലും ഇവർ ആലോചിക്കണ്ടേ? ഇവരൊന്ന് ആലോചിക്കണ്ടേ? ആ ചങ്കൂറ്റം നിങ്ങളൊന്ന് നോക്കിയേ, ആ ഗർവ് നിങ്ങളൊന്ന് നോക്കിയേ. തങ്ങളുടെ സംരക്ഷണയിലിരിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിനെയാണ് ഇസ്രായേൽ ആക്രമിച്ചിട്ടുള്ളത്. ആ ആക്രമിക്കാൻ അവർക്ക് നിർഭയത്വം നൽകിയത് എന്താണ്? അവര് തമ്മിലുള്ള ബന്ധമാണ്. അവര് തമ്മിലുള്ള കൊളാബറേഷന്റെ സ്ട്രെങ്ത് ആണെന്ന് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല എന്ന് ട്രംപിന് തോന്നുന്നത് ഈ അറബ് രാഷ്ട്രങ്ങൾ ഇവരോട് കാണിക്കുന്ന ആ ഒരു സറണ്ടറിങ് സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതാണ് അതിനകത്ത് കാണിക്കുന്നത്. മറ്റത് കൊളാബറേറ്റിംഗ് സ്ട്രെങ്ത് ആണ്, ഇത് സറണ്ടറിങ് സ്ട്രെങ്ത് ആണ്. അതാ വിധേയപ്പെട്ടതിന്റെ ആഴം എത്ര എന്ന് ട്രംപിന് നന്നായി അറിയാം. ഇനി ഇവർക്ക് ഊരിച്ചാടാൻ ഒരു കാരണവശാലും പറ്റില്ല എന്നറിയാം. നമ്മളൊന്ന് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോട് പറഞ്ഞതാണ്, ഈ അമേരിക്കയെയും ഈ ഇസ്രായേലിനെയും നിങ്ങൾ ഒരിക്കലും വലിയാക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇവരെ, ഇന്നത്തെ ഭാഷ്യത്തിൽ അത് അമേരിക്കയും ഇസ്രായേലുമാണ്. ഇന്നത്തെ നേർക്കുനേരെയുള്ള ഭാഷ്യത്തിൽ അത് അമേരിക്കയും ഇസ്രായേലുമാണ്. ഇസ്രായേലിനെയും അമേരിക്കയും നിങ്ങൾ ഒരു കാരണവശാലും രക്ഷാധികാരികളാക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവനും അവരിൽപ്പെട്ടവരാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഒരിക്കലും അല്ലാഹു ളാലിമുകൾക്ക് ദിശാബോധം നൽകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അല്ലാഹ് പറഞ്ഞതാണ് ഇവരെ വലിയാക്കരുത്. തങ്ങളുടെ സൈനിക സംരക്ഷണം കൊണ്ടുപോയി ഒരു രാഷ്ട്രത്തെ ഏൽപ്പിക്കുന്നതല്ലേ, എന്റെ സംരക്ഷണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നതല്ലേ, നിങ്ങളെ ഞാൻ രക്ഷാധികാരിയാക്കല്, നിങ്ങളെ വലിയാക്കലാണത്, എന്നെ നോക്കിക്കൊള്ളണം നിങ്ങൾ എന്ന് പറയുന്നതല്ലേ. ഇതിന് വലിയ രക്ഷാധികാരിത്വം എന്താണുള്ളത്? ആ വലിയ വിലായത്ത് കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏൽപ്പിച്ചതിന് ശേഷം വെറുതെ ഉച്ചകോടി കൂടി ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകം ഉണ്ടായ നാള് മുതൽ ലോകത്ത് മനുഷ്യത്വത്തിനും മാനവികതക്കും എതിരാണ് ഇസ്രായേലും അമേരിക്കയും. അവർ കൊന്നൊടുക്കിയിട്ടുള്ള മനുഷ്യരുടെ കണക്ക് നമുക്ക് എഴുതി കൂട്ടാൻ പോലും പറ്റാത്ത വിധം അത്രയും അധികരിച്ചതാണ് മനുഷ്യൻ, നിരപരാധികളായ മനുഷ്യൻ. ഒലക്കത് കറംനാ ബനി ആദം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച, അഥവാ മനുഷ്യനെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പച്ച മനുഷ്യരെ, അവർ ഏത് ജാതിയിലും മതത്തിലും പെട്ടതാകട്ടെ, ഈ പച്ച മനുഷ്യരെ നിഷ്കരുണം കൂട്ടക്കൊല നടത്തിയ രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും എന്ന് പറയുന്നത്. ഇവര് കാഫർ അല്ലെങ്കിൽ പിന്നെ ഏത് രാജ്യം കാഫറായിട്ടുള്ളത്? ഇവരൊരു കാഫർ അല്ലെങ്കിൽ പിന്നെ ഏത് രാജ്യം കാഫറായിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ. നിങ്ങൾ കാഫിറുകളെ വലിയാക്കരുത്, നിങ്ങൾ കാഫിറുകളെ ഔലിയാക്കളാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവരെയാണ് ഇപ്പോൾ ഇവരെ വലിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സ്വന്തം രാജ്യത്ത് വന്ന് കടന്നാക്രമിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഗസയുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം രാഷ്ട്രത്തിൽ വന്ന്, അതും തങ്ങൾക്ക് വേണ്ടപ്പെട്ട അമേരിക്ക ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറബികളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. കുറ്റപ്പെടുത്തുന്നതിലൊന്നും അർത്ഥമില്ല. കാരണം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അടിയന്തര ഉച്ചകോടി കൂടുതൽ അവരെ കൊണ്ട് നടക്കും. അതവർ നടത്തിയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനം എടുക്കുക, അതവരെ കൊണ്ട് പറ്റും, അതവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപലപിക്കൽ, അതവർ നടത്തിയിട്ടുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ, അതും അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ പൂർണ്ണ പിന്തുണ അറിയിക്കൽ, അതും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫലസ്തീനികൾ തങ്ങളുടെ സഹോദരന്മാരാണെന്ന് ആവർത്തിച്ചു പറയൽ, അതും അവർ ചെയ്യുന്നുണ്ട്. ഇവരെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, അതവർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മുറപ്രകാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അതിനപ്പുറം നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നതിലും അർത്ഥമില്ല,
അതിനപ്പുറം ഇപ്പോൾ അവർ ചെയ്യാൻ തുനിയുന്നതും എന്താണ്? ബുദ്ധിയല്ല. അത് ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നും കൊണ്ടല്ല. ഈ ഉച്ചകോടി കൂടിയപ്പോൾ അതിനൊത്തൊരു അഭിപ്രായം ഉയർന്നിരുന്നു, നമുക്ക് സായുധമായി ഇതിനെ പ്രതിരോധിക്കണമെന്ന്. അങ്ങനെ അഭിപ്രായം ഉയർന്നു വന്നെങ്കിലും അത് കമ്മ്യൂണിക്കേയിൽ വന്നില്ല, തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ പരസ്യ പ്രസ്താവനയിൽ അത് വന്നില്ല. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു ആക്രമണം നടത്താൻ, സായുധ പ്രതിരോധം നടത്താൻ അറബ് രാഷ്ട്രങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് തങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. ഇസ്രായേലിനെ സായുധമായി ഇന്നത്തെ അവസ്ഥയിൽ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല എന്ന് നന്നായി അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയെ തൃപ്തിപ്പെടുത്തി ഇസ്രായേലിന്റെ ആക്രമണത്തെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, വേറെ രാജ്യമൊന്നും ആക്രമിക്കാനില്ല, പിന്നെ ഇറാനാണുള്ളത്, വേറെ രാജ്യമൊന്നും അവരാക്രമിക്കാനില്ല. എല്ലാവരും സുഖിച്ച് രമിച്ച് മതിച്ച് കഴിയുകയാണ് അവിടെ. ഈ കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം വരാൻ സാധ്യത. ആ ആക്രമണത്തെ ഈ അമേരിക്കയെ സൂചിപ്പിച്ച് നിർത്തി പ്രതിരോധിക്കാനല്ലാതെ സ്വയം പര്യാപ്തമായ ഒരു സൈനികമായി ശേഷി കൊണ്ട് പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയെ ചേർത്ത് പിടിച്ച് നിർത്തി അവരെ കൊണ്ട് ഞങ്ങൾ അത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്? ഇനി ഖത്തർ ആക്രമിക്കൂലെന്ന്. ഖത്തറിനെ ഇനി ഇസ്രായേൽ ആക്രമിക്കൂലെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ കോഴീനെ ഇനി ഞാൻ പിടിക്കൂലെന്ന് ചെന്നായ പറഞ്ഞതുപോലെ, കോഴീനെ പിടിക്കൂലെന്ന് ചെന്നായ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു തരം ചെന്നായ, കോഴി, സിംഹം സംഗതിയാണ് അവിടെ നടക്കുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ സിംഹത്തെ ചെന്നായ സംരക്ഷണം ഏൽപ്പിച്ചു, കോഴിയും വന്ന് ആ സിംഹത്തെ സംരക്ഷണം ഏൽപ്പിച്ചു. സിംഹം വലിയ രാജ്യമാണ്, അഥവാ അമേരിക്കയാണ്. ചെന്നായ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. കോഴി എന്ന് പറയുന്നത് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളാണ്. ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ കൂടി സംരക്ഷണ ഉത്തരവാദിത്വം അമേരിക്ക സിംഹത്തെ ഏൽപ്പിച്ചു. ചെന്നായം ഏൽപ്പിച്ചു സിംഹത്തെ. ചെന്നായക്ക് എന്താവശ്യം? കോഴിയാണ് ആവശ്യം. കോഴിക്ക് എന്താവശ്യം? ചെന്നായ എന്നുള്ള സംരക്ഷണമാണ്. ഇത് രണ്ടും കൂടി ഈ സിംഹം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും കൂടി സിംഹത്തിന് ഏറ്റെടുക്കാൻ പറ്റുമോ? ചെന്നായയുടെ ആവശ്യം കോഴീനെ കിട്ടണം, ഈ പണി നടക്കണമല്ലോ. കോഴിക്ക് ആവശ്യം എന്താ? ചെന്നായയിൽ സംരക്ഷണം വേണം. ഇത് രണ്ടു കൂട്ടരും കൊണ്ടുപോയി ആരെ ഏൽപ്പിച്ചു? സിംഹത്തെ ഏൽപ്പിച്ചു. ഇതാണിപ്പോൾ അവസ്ഥ. രണ്ടു കൂട്ടരുടെയും അമേരിക്കയെ ഏൽപ്പിച്ചേക്കണ സംരക്ഷണം. ഈ സംരക്ഷണത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കോഴി കൊണ്ടുപോയി സംരക്ഷണം ഏൽപ്പിക്കുകയാണ് ചെയ്തത്, ചെന്നായയുടെ സംരക്ഷണം സിംഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഏറ്റെടുത്ത ചെന്നായോടായിരിക്കും സിംഹത്തിന് പ്രതിബദ്ധത ഉണ്ടാവുക. കാരണം അങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ ഏറ്റെടുക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അപ്പൊ ആ പ്രതിബദ്ധത ചെന്നായയോട് സിംഹം എന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രകടനമാണ് ഇവിടെ നടന്നത്. അഥവാ തങ്ങൾക്ക് ഇത്രയും വലിയ വിമാനവും സമ്പദ് വ്യവസ്ഥയിൽ ഇത്രയും വലിയ ഡോളറുകളും ഇൻവെസ്റ്റ് ചെയ്യാൻ സന്നദ്ധമായിട്ടും ആ രാഷ്ട്രത്തിന്റെ നെറുകയിൽ കൊണ്ടുവന്ന് ബോംബിട്ടിട്ടും ദുഃഖം രേഖപ്പെടുത്തി, ദുഃഖമുണ്ടായി. മറുഭാഗത്ത് എന്താ സംഭവിച്ച? ഇയാൾ അമേരിക്കയിൽ നിന്ന് അവിടെ എത്തി, റൂബിയോ അയാളുടെ ഒപ്പം നിന്ന് പ്രസ്താവന നടത്തി, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പാണെന്ന്. ഇതെന്താ? ഇത് ദുഃഖം രേഖപ്പെടുത്തി. അമേരിക്കയിൽ ഇരുന്ന് മൂപ്പര് ചെറിയ ദുഃഖം രേഖപ്പെടുത്തി. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഇവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിലവിലുള്ള അവസ്ഥയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഖത്തറിനൊന്ന് അടിച്ചാൽ എന്താണ്, ഈ സൗദിക്ക് അടിച്ചാൽ എന്താണെന്ന്. അടിക്കാൻ പറ്റില്ല അവർക്ക്, പല കാരണങ്ങളാൽ പറ്റില്ല. ഒന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ, മിലിറ്ററി കേപ്പബിലിറ്റി ഈ രാജ്യങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ട് അവരോട് അടിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ അവരടിക്കാൻ തീരുമാനിക്കുന്നത് തികച്ചും ബുദ്ധിശൂന്യവും ആത്മഹത്യാപരവുമാണ്. കാരണം അടിച്ചാൽ വിജയിക്കാൻ കഴിയില്ല. അതിനു മാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അത് സാധിക്കുന്ന കാര്യമില്ല. മറുവശത്ത് അമേരിക്ക ഇവരുടെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഏത് നീക്കത്തെയും അമേരിക്ക വളരെ തന്ത്രപൂർവ്വം ടോർപ്പിഡോ ചെയ്യും. അതുകൊണ്ട് അത്തരം നീക്കം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതിപ്പോൾ അവർ ചെയ്യുന്നത് തന്നെയാണ് ബുദ്ധി. അവർ ചെയ്യേണ്ടത്, അറബ് രാഷ്ട്രങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് വിഭവങ്ങൾ നൽകിയിട്ടുണ്ട്. അറബ് രാഷ്ട്രങ്ങൾക്ക് നൽകിയ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ, ആ ഭൂവിസ്തൃതിയും ആ പെട്രോളിന്റെ സംഭരണവും എല്ലാം ശേഖരവും എല്ലാം കൊടുത്തിരുന്നതെങ്കിൽ, ലോകം മൊത്തം ആ രാഷ്ട്രം അടക്കി ഭരിക്കുമായിരുന്നു. അത് ദൈവബോധവും പരലോകബോധവുമുള്ള ആരുടെയെങ്കിലും കയ്യിലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ശാന്തി വിളയുമായിരുന്നു. ഒരുത്തനെയും, ഒരു നെറുകെട്ടവനെയും തല ഉയർത്താൻ അനുവദിക്കാതെ ശാന്തമായി ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാമായിരുന്നു. അമ്മാതിരിയുള്ള സമ്പത്തും വിഭവങ്ങളും ഭൂപ്രദേശവും അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അത് വച്ച് സ്വന്തമായി സുഖിക്കലല്ലാതെ ലോകത്തിന് ഇസ്ലാമികമായൊരു നേതൃത്വം കൊടുക്കാനോ ഇതുപോലുള്ള നെറികെട്ടവന്മാരെ പിടിച്ചിരുത്താനോ അവരെ പേടിപ്പിച്ചു നിർത്താനോ ഇവർക്ക് കഴിയണില്ല.
അതിന് പകരം അവരുടെ തലയിൽ കക്ഷത്തിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇവർ. അതുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ള നൽകിയ വിഭവങ്ങൾ, അള്ള നൽകിയ ഭൂപ്രദേശം, അള്ള നൽകിയ ബുദ്ധി, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവർ സഖ്യം രൂപവൽക്കരിച്ച് സൈനികമായി ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ കഴിയും വിധം സൈനികമായ ശേഷി, സ്വയം പര്യാപ്തത ഇവർ നേടുന്ന കാലത്ത് മാത്രമേ ഇവർക്ക് അന്തസ്സോടുകൂടി ലോകത്ത് ഞെളിഞ്ഞ് ഉയർന്ന് നെഞ്ചുപിരിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. അതേ കഴിയുള്ളൂ. ഇസ്രായേലിനെയും അമേരിക്കയും വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ സായുധമായി മാത്രമേ കഴിയുള്ളൂ. അതുണ്ടെന്ന് തോന്നണം. എന്തേ ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേൽ എന്തിയെ തുടർന്ന് കൊണ്ടുപോകാതിരുന്നത്? ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് ഇറാൻ ജീവിക്കുന്നത്. ഇറാന്റെ കറൻസിക്കൊന്നും ഒരു മൂല്യവുമില്ല, തൊഴിലില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ എന്നിട്ട് പോലും ഇറാന്റെ മിസൈലുകൾക്ക് മുമ്പിൽ ഒരുപാട് ആയുധങ്ങളുമില്ല അവർക്ക്. ഇവർ പറയുന്നത് പോലെ ബോംബർ വിമാനങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂപടത്തിലേ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ എന്നിട്ടും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഇസ്രായേലിനെ വിറപ്പിക്കാൻ അവർക്ക് സാധിച്ചു. പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. എന്തേ തുടരാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റിയെ ഇവർ ഏകദേശം തൊട്ടറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എന്തേ 2022 മുതൽ യുക്രൈനെ റഷ്യ ആക്രമിക്കുകയാണ്. 2022 മുതൽ. എന്നിട്ടെന്തേ ഇത്രയും വലിയ ആയുധമൊക്കെ ഉള്ള ആളുകൾ റഷ്യക്കെതിരെ തിരിയാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും പറഞ്ഞു, ഈ മിനിഞ്ഞാന്നും പറഞ്ഞെന്താണ്? യൂറോപ്യൻ രാഷ്ട്രങ്ങളോടും നാറ്റോ സഖ്യത്തോടും തീരുവ വർദ്ധിപ്പിക്കണം, ചൈനക്കെതിരെ 100% തീരുവ ആക്കണം. റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ തീരുവ വർദ്ധിപ്പിക്കാൻ എന്താ കാര്യം എന്നറിയാമോ? ഇന്ത്യയുടെ തീരുവ അമേരിക്ക വർദ്ധിപ്പിക്കാൻ കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വേറൊരു സ്ഥലത്ത് നിന്ന് എണ്ണ വാങ്ങണമെന്നും പറഞ്ഞിട്ട് വേറൊരു രാഷ്ട്രം തീരുവ കൽപ്പിക്കുക, അഥവാ അദ്ദേഹത്തിനോട് കൂട്ടുകൂടണമെന്നും പറഞ്ഞ് ഇദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുക. എന്ത് സംസ്കാരമാണിത്? റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു, അതുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്കയിലേക്ക് ഇറക്കുന്ന സാധനങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കുന്നു. എന്തിനാ? റഷ്യ ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. എന്താ കാര്യം പറയുന്നത്? ഇപ്പൊ ചൈനക്ക് 100% തീരുവ കൂട്ടണമെന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞു. എന്താ കാര്യം? അങ്ങനെ തീരുവ കൂടുമ്പോൾ റഷ്യക്ക് സാമ്പത്തിക പ്രതിസന്ധി വരും. അങ്ങനെ വരുമ്പോ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കും. സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്തേ? ഇവരുടെ കയ്യിൽ ആയുധം ഇരിപ്പുണ്ടല്ലോ. ഈ ആയുധം എടുത്ത് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് റഷ്യക്ക് യുദ്ധം ചെയ്യാത്തത്? കാരണം റഷ്യയുടെ കയ്യിലിരിപ്പുണ്ട്. ഇവരുടെ കയ്യിലിരിപ്പുള്ളതൊക്കെ റഷ്യയുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ അത് എടുത്ത് തിരിച്ചു പ്രയോഗിച്ച ഉറക്കം പോവും, തല കാണൂല. ആ ഭയപ്പാട് കൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. എന്തേ? ഇവർ ഉറക്കൊളച്ചിരുന്ന് ഇറാന് ആറ്റം ബോംബ് ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എത്ര രാഷ്ട്രങ്ങൾക്കുണ്ട്? ഇസ്രായേലിന്റെ കയ്യിലുണ്ട്, പാകിസ്ഥാന്റെ കയ്യിലുണ്ട്, അമേരിക്കയുടെ കയ്യിലുണ്ട്, റഷ്യയുടെ കയ്യിലുണ്ട്, ബ്രിട്ടന്റെ കയ്യിലുണ്ട്, ഫ്രാൻസിന്റെ കയ്യിലുണ്ട്. ഇറാന്റെ കയ്യിൽ ഇത് ഉണ്ടാകരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? ഇറാന്റെ കയ്യിൽ ഈ സാധനം വന്നാൽ അത് അപകടമാണെന്ന് ഇവർക്ക് നന്നായി അറിയാം. ഇവർ ഭയപ്പെടുന്നത് മൂർച്ചയുള്ള ആയുധത്തെ മാത്രമാണ്. ഈ കണ്ട ആക്രമണങ്ങൾ മുഴുവൻ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നിർഭയമായി ഇവർ ചെന്ന് നിന്ന് ഞങ്ങൾ ഇനിയും ഇസ്രായേലിനെ സഹായിക്കുമെന്ന് പറയാനുള്ള അഹങ്കാരം ഇവർക്ക് നൽകിയത് ഈ അറബി തമ്പുരാക്കന്മാരുടെ കയ്യിൽ മൂർച്ചയുള്ള ആയുധമില്ല എന്നവർക്ക് നന്നായി അറിയാം. ഇവരുടെ തല മുഴുവൻ ഇരിക്കുന്നത് ഞങ്ങളുടെ കക്ഷത്തിലും മറ്റു പലയിടത്തുമാണ് എന്ന് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവർക്ക് അന്തസ്സോടുകൂടി ഈ OIC എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ, ഓർഗനൈസേഷൻ ഓഫ് മുസ്ലിം കൺട്രീസ് കോപ്പറേഷൻ എന്ന് ചേർക്കലാണ് ഏറ്റവും നല്ലത്. ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ ഒരു ദർശനത്തെ അതുമായി കൂട്ടിക്കെട്ടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ ദർശനത്തെ കൂട്ടിക്കെട്ടിയാൽ ആ ദർശനം അവർക്ക് കൊടുത്ത അന്തസ് അവർ കാണിക്കണം. അവരോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും നിങ്ങളുടെ രക്ഷാധികാരിത്വം കൊണ്ട് ഏൽപ്പിക്കരുത്. അവർ ചതിക്കും. ആ ചതിയാണ് ഖത്തറിൽ നടന്നത്. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്, ഞങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. എവിടെ അറിയിച്ചിരുന്നു? ഖത്തർ പറയണ്, അവിടെ ബോംബ് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ അമേരിക്കന്ന് വന്നിരുന്നു. ചതിയല്ല ഇത്? എത്രമാത്രം ഗുരുതരമായ ചതിയാണ്. അത് ചതിക്കും. അത് ചതിച്ചത് കൊണ്ടാണ് ഇവരുടെ മനഃശാസ്ത്രം അറിയാവുന്ന അള്ളാഹു പറഞ്ഞത് ഇവരെ കൊണ്ടുപോയി നിങ്ങൾ രക്ഷാകർത്താക്കളാക്കരുത് പറഞ്ഞത്. അതുകൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇവർക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ സായുധമായി സൈനികമായി വെല്ലുവിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവർ സൈനികമായ സ്വയം പര്യാപ്തത നേടണം. അതവർക്ക് കഴിയും. 57 രാഷ്ട്രങ്ങളുണ്ടെന്ന് ആലോചിക്കണം നമ്മൾ. 1-2 രാഷ്ട്രമല്ല, ഒറ്റക്കൊരു രാഷ്ട്രം ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ഐക്യത്തോടു കൂടി നിന്നാൽ ഇത് സാധിക്കും. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം
അന്തസ്സോടുകൂടി ഇവർക്ക് നിൽക്കണമെങ്കിൽ ഇവർ ഇത് ചെയ്തേ മതിയാകും. ഇല്ലെങ്കിൽ ഈ ഉച്ചകോടി കൂടി സുപ്രധാനമായ തീരുമാനങ്ങളെടുത്ത് പിരിയാൻ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല, മരണപ്പെട്ടതിന് ശേഷം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെയും അള്ളാഹു ഇവരെ അപമാനിക്കും. ഇതൊക്കെ ആയിട്ട് അവരങ്ങോട്ട് ചെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു വീഴുന്ന ആളുകൾക്ക് അള്ളാഹുവേ നീ അവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ നീ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ മൂസയെ രക്ഷിച്ചവനാണ് നീ, നൂഹ് നബിയെ രക്ഷിച്ചവനാണ് നീ, ഈസാ നബിയെ രക്ഷിച്ചവനാണ് നീ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ചവനാണ് നീ. അള്ളാഹുവേ നീ ഈ ജനതയെ നീ ഒന്ന് കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ അവർക്ക് നീ എത്രയും പെട്ടെന്നൊരു വിമോചനം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.